ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ആകാശിന്റെ വർത്തമാനെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോരമ ആകെ ചൊറിഞ്ഞൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കണ്ടില്ലേ, അവന്റെ സംസാരം കണ്ടില്ലേ, ആ പ്രീതിയല്ലേ വിളിക്കുന്നത്. കുടുംബക്കാർ മൊത്തം അങ്ങനെയായിരിക്കും, ആണുങ്ങളെല്ലാം വളച്ച് കയ്യിലെടുക്കുന്ന രീതിയിൽ. ദൈവം എൻ്റെ മോനെ എങ്ങനെ അവൾ വളച്ച് കയ്യിലെടുക്കും, എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നു. ഇവളേക്കെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ കേസ് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമയുടെ ഓരോ വർത്തമാനം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യക്കാകെ ചിരി വരികയാണ്. പക്ഷേ ആകാശാണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം പ്രീതി, നിനക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല സാറേ, എങ്കിലേ ശ്രുതി അവിടെ എത്തിക്കഴിയുമ്പോഴേ എന്നെ കൂടി ഒന്ന് വിളിക്കണേ, വിളിച്ച് പറയണോ കേട്ടോ. ശരി സാറേ, വിളിച്ച് പറയാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനോരമയാണെങ്കിൽ എൻ്റെ മായിക്കോട്ട് അവൻ്റെ മോന്ത കണ്ടില്ലേ, എത്ര പുന്നാരിച്ച് അവൻ സംസാരിക്കുന്നത്, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ലാവണ്യ ബേബി. അപ്പോൾ ലാവണ്യ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നേരകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ നമ്മുടെ നമ്മുടെ പ്രീതിയാണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിൽ ആകാശിനോട് സംസാരിക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ പ്രീതിയോട് അമ്മ വന്ന് ചോദിക്കുകയാണ്, മോളെ നീ ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് പുറപ്പെട്ടെന്നാ പറഞ്ഞത് അമ്മേ എന്ന് പറയുകയാണ്. അങ്ങനെ ഇതേ സമയം തന്നെ ഇവർ പെട്ടുപോയൊരവസ്ഥ നിൽക്കുകയാണ്. ശ്രുതിയും അതേപോലെ തന്നെ ഈ അശ്വിനും പെട്ടുപോയൊരവസ്ഥയിലാണ്. ഈ കാറിൻ്റെ ഡീസലും തീർന്നു, എങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, കടകളാണെങ്കിൽ എങ്ങും അടുത്തുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ അശ്വിൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങി എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്ന ഒരു ബൈക്കുകാരൻ. അപ്പോൾ ബൈക്കുകാരന് കൈ കാണിക്കുകയാണ്. എന്താ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞങ്ങളുടെ വണ്ടിക്ക് ഡീസൽ തീർന്നു പോയി, ഇവിടെ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് സാർ, അത് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞുണ്ട്, എത്ര കിലോമീറ്റർ ഉണ്ട്, ഒരു 5 കിലോമീറ്റർ പോകണം സാർ എന്ന് പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണല്ലോ. ശ്രുതി പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് അയ്യോ സാർ, ഞാനിപ്പോഴാ ഒരു കാര്യം ആലോചിച്ചത്, കുറച്ചും കൂടെ ഒരു 5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാലേ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, നമുക്ക് അവിടെ പോയി പെട്രോൾ അടിച്ചാലോ. ഇത് കേട്ടാ നമ്മുടെ അശ്വിന് കാലേ വന്നിട്ട് നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈയും പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ ആ കാറിലേക്ക് കയറ്റുകയാണ്. നീ ഇവിടെ ഇടി ഡ്രൈവിംഗ് സീറ്റിൽ. അയ്യോ സാർ, എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല സാർ. നീ ഡ്രൈവിംഗ് അറിയണ്ട, നീയേ ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഞാനേ പുറകെ നിന്ന് വണ്ടി തള്ളും, അപ്പം നീ സ്റ്റിയറിങ് പിടിക്കണം, പിന്നെ ബ്രേക്ക് ചവിട്ടണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. സാർ സ്റ്റിയറിങ് അതെന്നാ സാർ സംഭവം, നീ പിടിച്ചേക്കണ സാധനം തന്നെയാണ് സ്റ്റിയറിങ്, ഞാൻ പറയണ പോലെ അവിടെ കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അശ്വിനാണെങ്കിൽ വണ്ടി തള്ളുകയാണ്. അപ്പോൾ വണ്ടി തള്ളി ഇങ്ങനെ കുറച്ച് നീങ്ങുന്നുണ്ട്. ബ്രേക്ക് ചവിട്ട്, ബ്രേക്കോ, ഏത് ബ്രേക്ക് സാർ, ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല സാർ, ആ ഗ്ലാസ് ഒന്ന് താഴ്ത്ത്, ഗ്ലാസ്സോ, ഏത് ഗ്ലാസ്, ഇവിടെ കൊണ്ട് വല്ലാത്ത ശല്യമല്ലെന്നും പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് താഴ്ത്താനായിട്ട് വീണ്ടും പറയണം. ശ്രുതിയാണെങ്കിൽ ആ ഗ്ലാസ് താഴ്ത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ വണ്ടി പതിയെ പതിയെ നീങ്ങുകയാണ്. പക്ഷേ അശ്വിൻ്റെ ആ വണ്ടി തള്ളൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഇച്ചിരി സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രുതിയാണെങ്കിൽ കണ്ടോ വലിയ കമ്പനിയുടെ മുതലാളിയാണ്, പണക്കാരൻ, കോടീശ്വരൻ, ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നു, അവിടെ ഈ കടലമുട്ടായി ഇരുന്ന് വണ്ടി തള്ളുന്നു, ഇതാണ് നല്ലത്, ഇങ്ങനെ വേണം എന്നോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. സാർ തള്ളിക്കോ, ഒന്ന് തള്ളിക്കോന്നേ, ഇപ്പം എത്തും, ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ എത്തണം, അങ്ങോട്ടാണ് ആഞ്ഞ് തള്ളു സാറേ എന്ന് പറയുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അശ്വിനെ ആകെ ദേഷ്യം വരികയാണ്. അശ്വിനെ കതച്ചു. അങ്ങനെ അശ്വിൻ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മോളിങ്ങോട്ടൊന്ന് ഇറങ്ങിയേ എന്ന് പറയണം. എന്താ സാർ തള്ളുപോയി സാർ, കുറച്ചും കൂടി ഉള്ളൂ, നീ ഇങ്ങോട്ട് ഇറങ്ങ് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ പിടിച്ച് വലിച്ചടിച്ചിട്ട് നേരെ താഴത്തേക്ക് ഇറക്കിയാണ്. ഇറക്കഴിഞ്ഞപ്പോഴേക്കും എന്നിയേ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാം, നീ പോയി വണ്ടി തള്ളു. ഇത് കേട്ട ശ്രുതിയാണ്, അയ്യോ സാറേ ഞാൻ തള്ളാനോ, എന്താ ഇനി കുറച്ചു ദൂരവും കൂടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് മോള് പോയി വണ്ടി തള്ളാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ വണ്ടി തള്ളല്, പക്ഷേ ശ്രുതി തള്ളിയ വണ്ടി നീങ്ങോ, ഒരു കണക്കിന് സർവ്വശക്തിയും എടുത്തിട്ട് നമ്മുടെ ശ്രുതി പതിയെ അങ്ങോട്ട് തള്ളുകയാണ്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ആഞ്ഞ് തള്ളിക്കോ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ ഈ ശ്യാമിൻ്റെ കള്ളത്തരം കൈയോടെ പൊക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ ശ്രുതിയുടെ അച്ഛൻ. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഐഡൻറ്റിറ്റി കാർഡ് താഴ്ത്ത് കിടന്ന് കിട്ടുകയാണ്. അത് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമിൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ ഒരു സംശയം. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ നേരെ ആ ജാതകക്കുറിപ്പ് നോക്കിയാണ്. ജാതകക്കുറിപ്പ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിലേറെ
ടെൻഷൻ തോന്നി. കാരണം ജാതകക്കുറിപ്പിൽ എഴുതിയേക്കണ വയസ്സും ഇതിലെഴുതിയേക്കണ്ട ഐഡൻറ്റി കാർഡിലുള്ള വയസ്സും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഐഡൻറ്റി കാർഡിൽ വയസ്സ് കൂടുതലാണ്, ജാതകത്തിൽ വയസ്സ് കുറവാണ്. അപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് ശ്യാം, ഇതിലെന്തൊക്കെയോ കള്ളത്തരമുണ്ട് എന്ന് മനസ്സിലായി. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വണ്ടി തള്ളല്. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി തള്ളാൻ പറ്റുന്നില്ല, വണ്ടി അവിടെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ നമ്മുടെ അശ്വിൻ പറയണം, എന്തെങ്കിലും നോക്കി നിൽക്കുന്ന വണ്ടി അങ്ങോട്ട് ആഞ്ഞു തള്ള. എൻ്റെ പൊന്നു സാറേ, എനിക്ക് തള്ളാനായിട്ട് പറ്റുന്നില്ല. ഇതിൽ കൂടുതൽ എനിക്ക് തള്ളിയിട്ടുണ്ടെങ്കിൽ ഞാൻ വില ചത്തും പോകും. ദൈവമേ, മിണ്ടാതെ ആ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. ദേ ഇപ്പം കണ്ടില്ല അവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ടയറിൽ നിന്നൊരു ഭുഷ് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുകയാണ്. അയ്യോ സാറേ, ദേ ടയർ പഞ്ചറായി സാറേ എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ അശ്വിൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ടയർ പഞ്ചറായി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അശ്വിന് കാലി സഹിക്കാൻ പറ്റും. നിന്നെയും കൊണ്ടല്ലേ ഇറങ്ങിയത്, നീ എന്ത് ചെയ്താലും നീ എവിടെ ചെന്നാലും എല്ലാത്തിനും അബദ്ധമാണല്ലോ, എല്ലാം താറുമാറായി നശിഞ്ഞു പോകും. ഇത് കേട്ട ശ്രുതിക്ക് കലിയും വരികയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിലും ഈ ടയർ പഞ്ചറായാലും ഞാനിപ്പോൾ എന്നാ ചെയ്തു എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പിറുപിറുക്കുകയാണ്. അപ്പോൾ അശ്വിൻ അങ്ങനെ കണ്ണു മഴിച്ച് നോക്കിയാണ്. ഇയാളതിന് എന്നെ ഇങ്ങനെ നോക്കുന്നത്, അതിന് മാത്രം ഞാനെന്താ തെറ്റ് ചെയ്തു, ഇതിനിപ്പോൾ എല്ലാത്തിനും കാരണം ഞാനാണെന്ന് തോന്നുമല്ലോ എന്ന് പറയണം. വീണ്ടും അശ്വിൻ കണ്ണു മഴിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിക്ക് പേടിയായി. ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് നേരെ അപ്പുറത്തോട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ അശ്വിൻ ഈ ശ്രുതി എന്താണെന്ന് എടുക്കുന്ന അറിയാൻ വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും നോക്കിയാണ്. പെട്ടെന്ന് അശ്വിൻ ആകെ പേടിച്ചു പോവുകയാണ്. ഒന്നും അറിയാത്ത രീതിയിൽ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് നമ്മുടെ അശ്വിൻ. ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോരമയാണ്. അപ്പോൾ മനോരമ ഈ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ബ്രീത്ത് ഇങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞപ്പോഴേക്കും മനോരമയ്ക്ക് ശ്വാസം മുട്ടി. ദൈവമേ, ഇതിൽ 8 സെക്കൻഡ് ശ്വാസം പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ 3 സെക്കൻഡ് ആയപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടിയല്ലോ. ഇങ്ങനെയായാൽ ഞാൻ എങ്ങനെ യോഗ പ്രാക്ടീസ് ചെയ്യും? എൻ്റെ ആരോഗ്യം ആകെ ഡാമേജ് ആകുമല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ലാവണ്യ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വീണ്ടും 8 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ്. അയ്യോ ആൻറ്റി, മനോരമ ആൻറ്റി, ഇതെന്താ ഇവിടെ ചെയ്യുന്നത്? മോളോ? എൻ്റെ പൊന്നു മോളെ, ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യണം. നീ ശ്വാസം ഇങ്ങനെ പിടിച്ച് നിൽക്കുകയായിരുന്നു. ആഹാ, യോഗ പ്രാക്ടീസ് ചെയ്യാമായിരുന്നോ? ഫോണിൽ നോക്കിയാണോ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്? അതേ മോളെ, ഞാനൊരു യോഗ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഈ യോഗ ചെയ്യുമ്പോഴേ കൊളസ്ട്രോളെല്ലാം കുറയുമെന്ന് പറയുന്നത് കേട്ടു. അതൊക്കെ സത്യമാണോ മോളെ? അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഫോണിൽ നോക്കി യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഏതെങ്കിലും ഒരു ട്രെയിനർ അടുത്ത് പോയിട്ട് ചെയ്യുന്നതായിരിക്കും ആൻറ്റി നല്ലത് എന്ന് പറയണം. ഇവിടെ നിന്ന് എവിടെ സമയം കിട്ടാനാണ്? അടുക്കളയിലെ പുക അടിച്ച് ജീവിക്കാനാണ് എൻ്റെ വിധി. അടുക്കളയിലെ ജോലി ചെയ്ത് എനിക്കെങ്ങും പോകാനുള്ള സമയം കിട്ടുന്നില്ല മോളെ. എൻ്റെ വിധി ഇങ്ങനെയായിപ്പോയി. ഇത് കേട്ട് നമ്മുടെ ലാവണ്യാണെങ്കിൽ അതെ ആൻറ്റിയുടെ കിച്ചണിൽ കയറണമെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിപ്പോൾ അത് പിന്നെ ആ കാർട്ടൂൺ ബേബിയും പിന്നെ ഇവിടുത്തെ ആ പെണ്ണുങ്ങളൊക്കെ വന്നുകൊണ്ട് എനിക്കിപ്പോൾ കിച്ചണിൽ ഇപ്പം ഞാൻ കയറേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ല. പക്ഷെ നേരത്തെയൊക്കെ ഞാൻ കിച്ചണിൽ തന്നെയായിരുന്നു മോളെ. ആ കിച്ചണിൽ കിടന്നേ ഇപ്പോഴാണ് അതിൻ്റെ ഇതൊക്കെ വരുന്നത്. ഇപ്പോഴും എൻ്റെ ക്ഷീണമൊന്നും എനിക്ക് മാറിയിട്ടേ ഇല്ല മോളെ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെയെല്ലാം സംഭവിച്ചത്. അതൊക്കെ ഇരിക്കട്ടെ ആൻറ്റി, ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഈ മുത്തശ്ശിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എംബ്രോയ്ഡറി നല്ലതല്ലേ? അത് നല്ലതാണ്. എനിക്ക് അതൊന്ന് പഠിക്കണമെന്നുണ്ട് ആൻറ്റി. ഈ കിച്ചൻ കറിയാണ് വേണ്ടത്, ചിക്കൻ കറിയാണ് വേണ്ടത്. ചിക്കൻ കറിയോ? എൻ്റെ മൈ ഗോഡ്, ചിക്കൻ കറിയൊന്നും ഞാൻ ഉണ്ടാക്കൂല. എനിക്കതറിയാനും പാടില്ല. ആൻറ്റിക്കറിയില്ലേ? ഇല്ല. അത് അപ്പോൾ അത് നല്ലൊരു ഡിസൈനാണല്ലോ. അയ്യോ എൻ്റെ പൊന്നു മോളെ, അത് ചിക്കൻ കറിയല്ല, ചിക്കൻ കറി. അങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറിയുടെ പേര് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും എനിക്ക് പഠിക്കണം. എൻ്റെ പൊന്നു മോളെ, എനിക്ക് തയ്യലറിയില്ല. തയ്യലറിയില്ല ആൻറ്റി? ഇല്ല, എനിക്ക് തയ്യലറിയില്ല ആൻറ്റി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും മോളെ? സത്യം പറയാലോ, എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടിയാൽ പോലും എനിക്കത് തയ്ച്ചു കൊടുക്കാൻ അറിയില്ല. അത് മോഹനേട്ടൻ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആൻറ്റിക്ക് ഒട്ടും തയ്യലറിയില്ലേ? ഇല്ല, എനിക്ക് ഒട്ടും തയ്യലറിയില്ല. ആ ഒരു കഴിവ് മാത്രം ദൈവം എനിക്ക് തന്നില്ല. എല്ലാവർക്കും എല്ലാ കഴിവുകളും ദൈവം കൊടുക്കൂലല്ലോ. എനിക്ക് ഒരുപാട് കഴിവുകളെല്ലാം തന്നു, പക്ഷേ ഈ കഴിവ് മാത്രം എനിക്ക് തന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, കീരസാരിയെ തന്നെ വിളിക്ക്. കീരസാരിയോട് പറ ഇതൊന്ന് പഠിപ്പിച്ചു തരാനായിട്ട്.
അവൾക്ക് ഇതൊക്കെ നന്നായിട്ട് തന്നെ അറിയാന്നേ. ശരി മോള് ചെല്ല്, ഞാൻ ഈ യോഗയൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ മോളെ, അല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാകും എന്നും പറഞ്ഞുകൊണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യണം. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയെയും അശ്വിനെയും കാണിക്കണം. അപ്പോൾ അശ്വിനാണെങ്കിൽ ഈ ഇയർഫോൺ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണം. പക്ഷേ ശ്രുതി അതൊന്നും കണ്ടതുപോലുമില്ല. അപ്പോൾ ഈ അശ്വിനാണെങ്കിൽ ആ ഇതിൽ കിടന്നത് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പറ്റുമെന്ന് പറ, നിങ്ങൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ ശ്രുതിയാണ്. സാർ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ സാർ, അതിന് മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല സാർ, ഈ വണ്ടി നിന്ന് പോയതിൻ്റെ കാരണം ഞാനാണോ സാർ, സാർ എന്തിനാ സാർ ഇങ്ങനെ പറയുന്നത്, ഷട്ടപ്പ് എന്ന് അശ്വിനും പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിയെ വഴക്ക് പറയുന്നതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ അശ്വിൻ കാണിക്കുന്ന ചെവിയിലിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എടാ തന്നോടല്ലോടെ ഞാൻ ഇവിടെ വഴക്ക് പറഞ്ഞ അവിടെ തന്നോടല്ലോട് പറഞ്ഞത്, താനെനിക്കൊരു വണ്ടി വിടാൻ പറ്റുമോ ഇല്ലയോ, അത് മാത്രം പറഞ്ഞത്. അയ്യോ സാറ് ഫോണിലായിരുന്നു സംസാരിച്ചോ, ഞാൻ വിചാരിച്ചു സാർ എന്നെ വഴക്ക് പറയുകയാണെന്ന്, സാറിനെ വഴക്ക് പറയണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സാറോട് ഇങ്ങനെ പറഞ്ഞത്. സാറ് സംസാരിച്ച് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ശരി ക്യാബിനെങ്കിൽ ക്യാബിൻ പെട്ടെന്ന് ഇങ്ങോട്ട് വിട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വയ്ക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലാവണ്യയുടെ കോള് വരികയാണ്. അപ്പോൾ ലാവണ്യയുടെ കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ ലാവണ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എനിക്ക് ആ കാർട്ടൂൺ ബേബിയോടൊന്ന് സംസാരിക്കണമായിരുന്നു, കാർട്ടൂൺ ബേബിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അവൾ വീട്ടിലെത്തിയിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളെൻ്റെ കൂടെ ഉണ്ടല്ലോ, എന്താ സാറിൻ്റെ കൂടെയോ, അവളെങ്ങനെ അവിടെ വന്നു, ഞാൻ അവളെ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശ്രുതി നീ ഇതെങ്ങനെ അവിടെ വന്നു, നീ എങ്ങനെയാണ് ശ്രുതി അവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ലാവണ്യമേടെ ഞാൻ പെട്ടുപോയി. അങ്ങനെ ഉണ്ടായ കഥകളെല്ലാം അവിടെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഇതെല്ലാം നമ്മുടെ പ്ലാനാണെന്ന് സാറ് മനസ്സിലാക്കി. ഇല്ല മേഡം അങ്ങനെയൊന്നും മനസ്സിലാക്കിയിട്ടില്ല. നീ എനിക്ക് എങ്ങനെയെങ്കിലും ആ ചിക്കൻ കറി ഒന്നുണ്ടാക്കി പഠിപ്പിച്ച ചിക്കൻ കറിയോ, അതെ മുത്തശ്ശി ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ മുത്തശ്ശി ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചിക്കൻ കറിയോ, എംബ്രോയ്ഡറി വർക്കില്ലോ, എൻ്റെ ദൈവമേ ചിക്കൻ കറി അതായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, എനിക്കതൊന്നും പഠിക്കണം. അയ്യോ ഞാനിപ്പോൾ അതെങ്ങനെ പഠിപ്പിച്ചു തരാനാണ്, ഞാനിവിടെയല്ലേ. ശ്രുതി നിൻ്റെ എപ്പോൾ എത്തും, എനിക്ക് പഠിച്ചേ മതിയാവുള്ളൂ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ചേച്ചി പ്രീതി ചേച്ചി ഇല്ലേ, പ്രീതി ചേച്ചി ഞാൻ അങ്ങോട്ട് വിടാം. എൻ്റെ കാലം നന്നായിട്ട് അറിയാവുന്നത് പ്രീതി ചേച്ചിക്ക് തന്നെയാണ്. പ്രീതി ചേച്ചി അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം പഠിപ്പിച്ചു തരും. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറയുകയാണ്. ശരി ഞാൻ സാറേ എനിക്ക് എൻ്റെ ചേച്ചിയെ കൂടി ഒന്ന് വിളിക്കണം. അങ്ങനെ നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് വിളിക്കുകയാണ് പ്രീതിയെ. ശ്രുതിയോ, ശ്രുതി നീ ഇത് എവിടെയാണ്, നീ അവിടെ നിന്ന് പുറപ്പെടുന്നു പറഞ്ഞിട്ട് കുറേ നേരം ആയല്ലോ, എന്നിട്ടെന്താ നീ ഇവിടെ എത്താത്തത്? എൻ്റെ ചേച്ചി ഞാൻ അശ്വിൻ സാറിൻ്റെ കൂടെയുണ്ട്, ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടതാണ്, ഉടനെ തന്നെ എത്തും. അതെന്താ അങ്ങനെ? അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാന്നേ. ഇപ്പം ചേച്ചി ഏതായാലും അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ല്. എന്തിനിപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്, കാര്യമുണ്ട് ചേച്ചി അവിടെ ആ ലാവണ്യമേടയ്ക്ക് എംബ്രോയ്ഡറി വർക്കിംഗ് പഠിക്കണമെന്ന്. ഇപ്പോഴോ, ഈ സമയത്തോ? നാളെ പഠിച്ചാൽ പോരെ? ഇല്ല ചേച്ചി ഇപ്പം തന്നെ പഠിക്കണം. ചേച്ചി ഒന്ന് ചെല്ല്, അതിനുശേഷം ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ചേച്ചി ഒന്ന് ചെല്ലാൻ നോക്ക്. ശ്രുതി നീ എപ്പോൾ എത്തും, നീ എവിടെയാണ് അത് പറ ആദ്യം. ചേച്ചി എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തും. ചേച്ചി എന്നെക്കുറിച്ച് ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട, എൻ്റെ കൂടെ അശ്വിൻ സാറുണ്ട്, അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചെവിയിൽ നിന്ന് അതെടുത്തിട്ട് നേരെ അശ്വിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് താങ്ക്സ് എന്ന് അശ്വിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. ശ്രുതിയുടെ ആ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ കണ്ണും മെഴിച്ച് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.